സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുമായി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക ചർച്ചയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ ജൂൺ 1 മുതൽ തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 40-ലധികം തിയേറ്ററുകൾ ജപ്തി ഭീഷണിയിലാണെന്നും പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു. സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ എതിർപ്പില്ലെന്നും സംഘടന അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന പൊതുയോഗത്തിന് ശേഷമാണ് ഫിയോക്ക നിലപാട് വ്യക്തമാക്കിയത്. പ്രദർശനത്തിന് തയ്യാറായിരിക്കുന്ന എമ്പുരാന്റെ വിജയം ഏവരും പ്രതീക്ഷിക്കുന്നതായും തിയേറ്റർ ഉടമകളുടെ ബാധ്യതകൾ എമ്പുരാന്റെ പ്രദർശനത്തിലൂടെ തീർക്കാനാകുമെന്നാണ് കണക്കാക്കുന്നതെന്നും ഫിയോക്കിന്റെ പൊതുയോഗത്തിന് ശേഷം തിയേറ്റർ സംഘടനയായ ഫിയോക്കിന്റെ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങൾ പോലും എമ്പുരാന്റെ റിലീസിംഗ് വലിയ വരുമാന മാർഗമാകുമെന്ന് കണക്കാക്കുന്നതായും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് ബാധ്യതയുണ്ട്. ഇപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എമ്പുരാൻ സക്സസ് ആയെന്നുണ്ടെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നടന്നത്. അങ്ങനെ ഓരോ മേഖലയിലുള്ളത് ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുപാൽ പറയുന്നുണ്ട് എമ്പുരാൻ വൻ സക്സസ് ആകണമെന്ന്. കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിയുണ്ട് തിയേറ്ററിൽ നിന്ന് കിട്ടാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. എമ്പുരാനൊരു വൻ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. സിനിമ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണത്തിലും ഫിയോക് മറുപടി നൽകി. ഓഫീസർ സിനിമയുടെ കളക്ഷനിൽ മാത്രമല്ലേ കുഞ്ചാക്കോ ബോബന് അവ്യക്തതയെന്നും കുഞ്ചാക്കോയുടെ പരാജയ ചിത്രങ്ങളുടെ കളക്ഷനിൽ സംശയമില്ലല്ലോ എന്നും സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ ഫിയോക്കിന് എതിർപ്പില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുഞ്ചാക്കോ ബോബന് ക്ലാരിറ്റി ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ഓഫീസർ എന്ന ഓടത്തിന് മാത്രമല്ലേ ഉള്ളൂ. അതിന് മുമ്പിറങ്ങി അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. തിയേറ്റർ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ സമയത്ത് 1 വർഷം കൂടി നിലവിലെ ഭാരവാഹികൾ തുടരാൻ പൊതുയോഗം തീരുമാനിക്കുകയായിരുന്നു എന്നും സംസ്ഥാന സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച വിനോദ നികുതിയുടെയും വൈദ്യുതി നിരക്കിലെയും ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ജൂൺ 1 മുതൽ തിയേറ്ററുകൾ അടച്ചിടുമെന്നും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു. ഇതിലെല്ലാം തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അത് ചെയ്തു തരാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. കൃത്യമായ സൂചനാ പണിമുടക്കുണ്ടാവും. ജൂൺ 1 മുതൽ കേരളത്തിലെ തിയേറ്ററുകൾ അടഞ്ഞു തന്നെ കിടക്കും. മാർക്കോ സിനിമ അക്രമവാസന വർദ്ധിപ്പിച്ചതായി തോന്നിയിട്ടില്ലെന്നും 259 സിനിമകൾ റിലീസായതിൽ 1 മാത്രമാണ് മാർക്കോ എന്നും സിനിമ ഒരു തരത്തിലും സ്വാധീനം ചെലുത്തുന്നതായി കരുതുന്നില്ലെന്നും ഫിയോക് അഭിപ്രായപ്പെട്ടു. സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് പുതുമുഖങ്ങളെ എത്തിക്കാൻ പ്രതിഫലം കൈപ്പറ്റുന്ന ഇടനിലക്കാർ പ്രവർത്തിക്കുന്നതായും ഇതിനു പിന്നിൽ ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫിയോക് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ജനം, കൊച്ചി.